എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫോണ് 2 വർഷമായിട്ട് എൻ്റെ പേഴ്സണൽ ഡാറ്റ അടങ്ങുന്ന സാധനം വരെ പോലീസ് കസ്റ്റഡിയിലാണ്. അന്നും നമ്മളിത് ഒരു പേടിയുമില്ലാതെ അത് കൊടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ്. നമ്മൾ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇനിയും അതുപോലെയുള്ള ചാപ്പ കുത്തി വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രയാസമുണ്ടാകുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് എൻ്റെ ബിസിനസ് മേഖലയിലാണ് എൻ്റെ ഫോൺ എന്ന് പറയുന്നത്. ആ ബിസിനസ് മേഖല പോലും ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഫോണ് പോലീസിലേക്ക് എത്തിക്കാണ്ടായ സാഹചര്യം അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇനി എന്ത് എന്നുള്ളത് നോക്കി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ ഏറ്റവും വിവാദമായത് കാഫ്രി സ്ക്രീൻഷോട്ടാണ്. ആ വ്യാജമായി നിർമ്മിക്കപ്പെട്ട സ്ക്രീൻഷോട്ടിൻ്റെ പേരിൽ ആദ്യം ഇരയാക്കപ്പെടുന്നത് ഒരു MSF നേതാവ് കാസിമാണ്. കാസിം നമ്മളൊപ്പം ചേരുന്നുണ്ട്. 2 വർഷത്തിന് ശേഷം ആ കേസിൻ്റെ പുതിയ അവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ആ കേസിനെക്കുറിച്ച് ഇതുവരെയും ആരുടെ അറസ്റ്റോ മറ്റ് നടപടികളിലേക്ക് പോയിട്ട് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ മാസം കേസ് ക്ലോസ് ചെയ്തു, പ്രതികളെ കണ്ടെത്താനാവില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും കാസിമിനെ സംബന്ധിച്ചുള്ള വിവരം ലഭിച്ചിരുന്നു? നിലവിൽ 2 വർഷത്തോളമായി നമുക്കറിയാം. ഈ കേസ് വന്ന ഉടനെ പോലീസിലേക്ക് ഫോണുമായി പോയ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് തന്നെ ഈ സമയം വരെ എന്തായിട്ടില്ല, ഫോണോ കിട്ടിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ നമ്മൾ കഴിഞ്ഞ മാസം ഉണ്ടാക്കിയിട്ടുണ്ട്. വീണ്ടും കോടതിയിലേക്ക് പോകണം എന്നൊക്കെ വിചാരിച്ചത്. അപ്പോൾ പിന്നീടാക്കാന്നുള്ള സാഹചര്യത്തിൽ നിന്നപ്പോൾ ഇതുവരെ എന്തായിട്ടില്ല, അങ്ങനെ ഒരു വിവരം നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്കറിയാം പുതിയൊരു കാലത്ത് ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് വളരെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ഞെട്ടലാണ്. കാരണം ഇനിയും ഒരു 2024 ഏപ്രിൽ 24 എന്ന് പറയുമ്പോൾ ഇനിയും വീണ്ടും ഒരു ഇലക്ഷൻ വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രീൻഷോട്ടുകൾ പോലെയുള്ള സാധനങ്ങൾ വരുമോ എന്നുള്ള ഒരു ഭയത്തോടു കൂടിയാണ് നമ്മൾ ഈ ഇലക്ഷൻ നോക്കി കാണുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പേരാമ്പ്രയിൽ ഇപ്പോൾ നമ്മളെ കുട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് CPM ഒരു പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തരത്തിലേക്ക് CPM കഴിഞ്ഞ കാലങ്ങളിൽ വടകര മേഖലയിൽ അല്ലെങ്കിൽ കുറ്റ്യാടി, പ്രത്യേകിച്ച് കുറ്റ്യാടി ഇപ്പോൾ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ തരത്തിലുള്ള പ്രയോഗങ്ങൾ കേരളത്തിലെ വോട്ടർമാർ തിരിച്ചറിയുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യം നിലനിൽക്കണം, ഈ നാട് നിലനിൽക്കണം, ഈ വർഗീയ ചാപ്പ കുത്തിക്കൊണ്ടുള്ള ഈ പ്രചരണം അവസാനിക്കണം എന്നുള്ളതാണ് എനിക്ക് ഒരു എന്നുള്ള നിലക്ക് പറയാനുള്ളത്. കാരണം അതിൻ്റെ ഒരു വേദന എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാടുണ്ട്. കാരണം ആ സമയത്ത് ഇലക്ഷൻ്റെ തലേന്നായിരുന്നു ഈ സ്ക്രീൻഷോട്ട് വരുന്നതും. പിറ്റേന്ന് പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ എനിക്കുണ്ടായ ദുരനുഭവങ്ങൾ ഞാൻ കഴിഞ്ഞ പല മീഡിയകളിലും വിവരിച്ചതാണ്. കാരണം നമ്മളെ നോക്കുന്നത് പല ജാതിയിലാണ്. അപ്പോൾ ആ നോട്ടമുണ്ടാകുമ്പോൾ മാനസികമായിട്ടും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ ജനങ്ങളുമായിട്ട് ഇടപെടുന്ന ഒരാൾ എന്നുള്ള നിലക്ക് വളരെ പ്രയാസമുണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ സമയം വരെ അതിൻ്റെ ഒരു കേസിൻ്റെ തുടരന്വേഷണം നമ്മൾ കോടതിയെ സമീപിക്കുമ്പോൾ മാത്രമാണ് അന്വേഷണം ഉണ്ടായിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ഈ കേസ് ഇപ്പം നിന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. എന്നിരുന്നാലും അങ്ങനെ ഒരു വിവരം നമ്മളെ സംബന്ധിച്ച് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടില്ല. അതിനെ പറ്റിയിട്ട് ഇനിയും കോടതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിക്കും. എന്തായാലും ഇപ്പം റിവേഷിലേക്കാണ് ഇത് നിന്നിട്ടുള്ളത്. റിവേഷ് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് പറഞ്ഞിട്ടുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫോണ് 2 വർഷമായിട്ട് എൻ്റെ പേഴ്സണൽ ഡാറ്റ അടങ്ങുന്ന സാധനം വരെ പോലീസ് കസ്റ്റഡിയിലാണ്. അന്നും നമ്മളിത് ഒരു പേടിയുമില്ലാതെ അത് കൊടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ്. നമ്മൾ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇനിയും അതുപോലെയുള്ള ചാപ്പ കുത്തി വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രയാസമുണ്ടാകുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് എൻ്റെ ബിസിനസ് മേഖലയിലാണ് എൻ്റെ ഫോൺ എന്ന് പറയുന്നത്. ആ ബിസിനസ് മേഖല പോലും ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഫോണ് പോലീസിലേക്ക് എത്തിക്കാണ്ടായ സാഹചര്യം അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇനി എന്ത് എന്നുള്ളത് നോക്കിക്കാണ്ട്. ശരിക്കും പിന്നെ കാസിമിനാണ് ആദ്യഘട്ടത്തിൽ പ്രതി ചേർക്കുന്നത്. കാസിമാവിൻ്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അപ്പോൾ ശരിക്കും ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് ശരിക്കും പുറത്തു വരണ്ടേ? തീർച്ചയായിട്ടും നമ്മൾ ആദ്യം മുതലേ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് ആരുണ്ടാക്കി എന്നുള്ളത് തെളിയണമെന്നുള്ളതാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വർഗീയ ചാപ്പയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മുസ്ലിം നാമധാരി എന്നുള്ള നിലക്കായിരിക്കാം എൻ്റെ പേര് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാകുക. അപ്പോൾ ഇനിയും വടകരയിലും അല്ലെങ്കിൽ കുറ്റ്യാടി മേഖലയിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ പേരാമ്പ്ര മണ്ഡലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പേരാമ്പ്ര മണ്ഡലത്തിൽ പോലും ആ രീതിയിലുള്ള പ്രചരണങ്ങളാണ് CPM അയച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വർഗീയ കാർഡുകൾ വരാനിരിക്കുന്ന ദിവസങ്ങൾ വരുമോ എന്നുള്ള ആശങ്കയോടുകൂടിയാണ് ഞാൻ അടക്കമുള്ള ആളുകൾ നോക്കിക്കാണുന്നത് എന്നാണ്. ഇതിൻ്റെ പേരിൽ ഇപ്പോൾ കുറേ നാളെ കോടതിയിൽ പോയിട്ടുണ്ട്, കേസുകൾ പോയിട്ടുണ്ട്, വിദേശത്ത് പോകാൻ നോക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ? പാസ്പോർട്ടിൻ്റെ കാലാവധി കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായി. ആ സമയത്തായിരുന്നു കല്യാണം റെഡിയായി. അപ്പോൾ പാസ്പോർട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് ജീവിതമൊക്കെ ഒന്ന് ആസ്വദിച്ച് ഗൾഫിലേക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോൾ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ പാസ്പോർട്ടിൻ്റെ ഡേറ്റും കഴിഞ്ഞു. കേസ് വന്നതോടുകൂടി അത് പുതുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇപ്പം നിലവിൽ ഇവിടെ ഉള്ള നമ്മൾ ചെയ്യുന്ന വ്യവസായങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്.
പ്രതിദേശത്ത് പോകാൻ പറ്റുന്നില്ല, അങ്ങനത്തെ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മളെ മേഖലയായിരുന്ന ഫോണായിരുന്നു. ഫോണ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. നമ്മൾ ഒരുപാട് കോൺടാക്ട്സ് അല്ലെങ്കിൽ ബിസിനസ്സിൽ നമുക്ക് കിട്ടേണ്ട ഡീറ്റെയിൽസുകളൊക്കെ കിട്ടാതെ നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. എനിക്ക് അതിൻ്റെ കേസിലെ പ്രതികളെ പിടികൂടിയിരുന്നെങ്കിൽ പക്ഷേ ഇത്തരം ആരോപണങ്ങൾ കുറയുമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. ആ സമയത്ത് തന്നെ ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ പാറക്കൽ കുറ്റ്യാടി മത്സരിക്കുമ്പോൾ നമ്മളത് വിശദീകരിക്കേണ്ടത്. കാരണം പാറക്കൽ അബ്ദുള്ള സാഹിബ് ഇല്ലായിരുന്നെങ്കിൽ ഈ കേസ് എങ്ങും എത്തില്ലായിരുന്നു. പാറക്കൽ മുന്നിട്ട് ഇറങ്ങിക്കൊണ്ട് സംസ്ഥാന മുസ്ലിം ലീഗ് സെക്രട്ടറി എന്നതിലപ്പുറത്തേക്ക് അന്നത്തെ പെരുന്നാളിൻ്റെ ഒരു 10 ദിവസം മുമ്പിട്ടായിരുന്നു ഈ കേസ് നടക്കുന്നത്. ആ പെരുന്നാൾ പോലും എന്നോടൊപ്പം ചെലവഴിച്ചുകൊണ്ട് ഞാനല്ല എന്നുള്ളത് തെളിയിക്കുന്നതിന് വേണ്ടി പാറക്കൽ നടത്തിയൊരു ഇടപെടലുണ്ട്, കോടതിയിലായാലും പുറത്തായാലും. ആ പാറക്കലാണ് കുറ്റ്യാടിയിൽ മത്സരിക്കുന്നത്. അപ്പോൾ പാറക്കലിനെ നമുക്ക് പൊതുസമൂഹത്തിലേക്ക് പരിചയപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലേക്ക് പറയുമ്പോൾ ഇതുപോലെയുള്ള വർഗീയത ചാപ്പ കുത്തുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എന്താക്കുന്നത് നമ്മൾ ഈ ഇലക്ഷനിലേക്ക് പോകുന്നതും നമ്മൾ ഇലക്ഷനെ കാണുന്നത്. തീർച്ചയായും ഈ ഇതുവരെയും പ്രതികളെ ആരാണ് പ്രതികളെന്നത് പുറത്തു വരേണ്ടത് ആവശ്യമാണ്. കാരണം ഇതിൻ്റെ പേരിൽ ചാപ്പ കുത്തപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ അയാളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ അയാളുടെ ഉന്നയിക്കുന്ന ആവശ്യം എന്ന് പറയുന്നതും ആരാണിത് പ്രതികളെ കൊണ്ടുവരുന്നുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം അതിലേക്ക് വരണം എന്നുകൂടിയാണ് കാസിം ആവശ്യപ്പെടുന്നത്. ഷബീർ കരീലിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്.